1972 ഡിസംബർ, അതായത് 54 വർഷങ്ങൾക്ക് മുൻപാണ് അപ്പോളോ 17 എന്ന നാസയുടെ മിഷൻ വഴി മനുഷ്യൻ അവസാനമായി ചന്ദ്രന്റെ മണ്ണിൽ കാലുകുത്തുന്നത്. അമേരിക്കൻ ആസ്ട്രോണോട്ടുകളായ ജീൻ സെർനാനും ഹാരിസൺ ഹാഗൻ സ്മിത്തുമാണ് അവസാനമായി ചന്ദ്രന്റെ മണ്ണിലൂടെ നടന്ന ആ രണ്ടു മനുഷ്യർ. ഈ 54 വർഷം കഴിഞ്ഞതാ വീണ്ടും നാസയുടെ തന്നെ അർട്ടമിസ് മിഷൻ വഴി മനുഷ്യൻ വീണ്ടും ചന്ദ്രന്റെ മണ്ണിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. എന്തുകൊണ്ട് പുതിയൊരു മൂൺ മിഷൻ നടത്തുന്നതിന് വേണ്ടി ഇവർക്ക് ഇത്രയും അധികം കാലതാമസം വന്നു? ചാന്ദ്രദൗത്യം എന്നത് വെറുമൊരു നാടകമാണെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ജനത ഉയർത്തുന്ന സംശയങ്ങളിൽ ഒന്നാമത്തേതാണ് ഇതെന്ന് പറയുന്നത്. ഈ വർഷങ്ങൾക്ക് മുൻപ് അപ്പോളോ മിഷൻ വഴി മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തുന്ന സമയത്ത് അവരുടെ ശത്രുരാജ്യമായിരുന്ന സോവിയറ്റ് യൂണിയൻ പോലും പറഞ്ഞിട്ടില്ല ഇതൊരു തട്ടിക്കൂട്ട് നാടകമാണെന്ന്. അവർക്കില്ലാത്ത സംശയമാണ് ഇവർക്കുള്ളത്. എന്തായാലും അതിനെപ്പറ്റി ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ എൻ്റെ ചാനൽ ചെയ്തിട്ടുണ്ട്. അതിവിടെ അറ്റാച്ച് ചെയ്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ അർട്ടമിസ് 2 മിഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ വീഡിയോ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായ രീതിയിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വിഷയത്തെ ഇഷ്ടപ്പെടുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഇത് ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾക്കായി നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്തിടുക. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് നാസ ഈ മിഷന് അർട്ടമിസ് എന്ന് പറയുന്ന ഒരു പേരിടാൻ കാരണം, അതിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നാസയുടെ ആദ്യത്തെ ചാന്ദ്രദൗത്യം, അതിന്റെ പേരെന്ന് പറയുന്നത് അപ്പോളോ എന്നാണ്. അപ്പോളോ എന്ന് പറയുന്നത് ഗ്രീക്കുകാരുടെ ചന്ദ്രന്റെ ദേവനായാണ് അറിയപ്പെടുന്നത്. ഗ്രീക്കുകാരുടെ ചന്ദ്രന്റെ ദേവനായ അപ്പോളോയുടെ പേരാണ് അവർ അപ്പോളോ മിഷന് വേണ്ടി ഇട്ടിരിക്കുന്നത്. ഇതും അതുപോലെ തന്നെയാണ്. ഈ അപ്പോളോയ്ക്ക് മറ്റൊരു ട്വിൻ സിസ്റ്റർ, ഒരു ഇരട്ട സഹോദരി കൂടിയുണ്ട്. ആ സഹോദരിയുടെ പേരാണ് അർട്ടമിസ്. ഈ അർട്ടമിസ് എന്ന പേര് ഒരു സിംബോളിക്കലി ഇട്ടതാണ്. അതായത് അർട്ടമിസ് എന്ന് പറയുന്ന മിഷൻ പിന്നെയും, അതായത് ചന്ദ്രനിലേക്ക് തിരികെ പോകാനുള്ള ഒരു മിഷനാണ് അർട്ടമിസ് എന്ന് പറയുന്നത്. ചന്ദ്രനിലേക്ക് മാത്രമല്ല, ചന്ദ്രനിലേക്കുള്ള കാൽവയ്പ് എന്ന് പറയുന്നത് ഒരു തുടക്കം മാത്രമാണ്. ചിലപ്പോൾ മറ്റ് പുതിയ അതായത് ചന്ദ്രനേക്കാൾ അപ്പുറത്തേക്കുള്ള യാത്രകൾ നടത്താൻ വേണ്ടിയിട്ട് ഒരു തുടക്കമാണ് ഈ മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഈ പേര് ഇതിനിട്ടിരിക്കുന്നത്. ഈ അർട്ടമിസ് 2 മിഷന് മുൻപ് 2022 ഇവർ അൺക്രൂഡ് ആയിട്ടുള്ള ഒരു മിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അർട്ടമിസ് 1 എന്നായിരുന്നു അതിന്റെ പേര്. അൺക്രൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആളുകളൊന്നുമില്ല, റോബോട്ടുകളായിരിക്കും ഫുള്ളി അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അതൊരു 25 ദിവസം നീണ്ടു നിന്നിട്ടുള്ള ഒരു മിഷനായിരുന്നു. ഡിസംബർ 11 ഇത് തിരിച്ച് ഭൂമിയിലേക്ക് വന്ന് കടലിൽ പതിക്കുകയുണ്ടായത്. അത് നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഓറിയൻ എന്ന സ്പേസ് ക്രാഫ്റ്റ് ആണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. ഇനി നിങ്ങൾ ഈ അർട്ടമിസ് 1 സ്പേസിലേക്ക് ചെന്നപ്പോൾ എടുത്തിട്ടുള്ള കുറച്ച് മനോഹരമായിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് ഒന്ന് കണ്ടു നോക്കാം. ദാ ഈ കാണുന്ന ചിത്രം കണ്ടോ, എന്ത് മനോഹരമാണല്ലേ. അതായത് ഇതെന്ന് പറയുന്നത് ഓറിയൻ സ്പേസ് ക്രാഫ്റ്റിൽ ഘടിപ്പിച്ചിട്ടുള്ള ക്യാമറ ഉപയോഗിച്ചെടുത്ത ചന്ദ്രന്റെ ചിത്രങ്ങളാണ്. ഇതെടുക്കുന്ന സമയത്ത് ഈ സ്പേസ് ക്രാഫ്റ്റും ചന്ദ്രനും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് വെറും 128 കിലോമീറ്റർ മാത്രമാണ്. ഇതെന്ന് പറയുന്നത് ഇത്തിരി ദൂരം നിന്ന്, അതായത് ഭൂമിയിൽ നിന്ന് ഒരു 4,32,210 കിലോമീറ്റർ അകലെ നിന്നെടുത്ത ഒരു ചിത്രമാണ്. അപ്പോൾ ഇനി നമുക്ക് അർട്ടമിസ് 2 എന്ന മിഷനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. അപ്പോൾ അർട്ടമിസ് 2 എന്ന് പറയുന്നതും ഒരു ടെസ്റ്റ് മിഷനാണ്. അതായത് നേരത്തെ നാസ അപ്പോളോ മിഷൻ നടത്തിയ സമയത്തും അവർ ഇതുപോലെ തന്നെയായിരുന്നു. ഘട്ടം ഘട്ടമായി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ടെസ്റ്റ് മിഷനുകളായിട്ട് നടത്തി അവസാനമാണ് അവർ മനുഷ്യനെ ചന്ദ്രനിലേക്ക് ഇറക്കിയത്. അല്ലാതെ നേരെ ചെന്ന് ചന്ദ്രനിൽ കൊണ്ട് ഇറക്കുകയല്ല ചെയ്യുന്നത്. അതിനു മുൻപ് ആ സാഹചര്യത്തെക്കുറിച്ച് അറിയണം. പ്രത്യേകിച്ച് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു ചാന്ദ്രയാത്ര നടത്തുമ്പോൾ കൂടുതലായി നമുക്ക് എന്തൊക്കെ പ്രതിസന്ധികൾ അല്ലെങ്കിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് ബഹിരാകാശത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത്, പ്രത്യേകിച്ച് മനുഷ്യരുമായിട്ട് പോകുന്ന സമയം. അപ്പോൾ അർട്ടമിസ് 1 എന്ന് പറയുന്നത് വളരെ സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞു. അർട്ടമിസ് 2 വഴി മനുഷ്യർ ബഹിരാകാശ യാത്ര നടത്തുന്ന സമയത്ത് എന്തൊക്കെ ഉത്തരവാദിത്വങ്ങളാണ് അവർ നിർവഹിക്കേണ്ടത് എന്ന് ചെക്ക് ചെയ്യുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. അതായത് ഇപ്പോൾ ഡോക്കിംഗ് ചെയ്യുന്നത്, ഡോക്കിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും കേട്ട് പരിചയമുള്ള ഒരു വാക്കായിരിക്കാം. അതുപോലെ തന്നെ എർത്തുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്, പിന്നെ ഭക്ഷണം കഴിക്കുന്നത്, വ്യായാമം ചെയ്യുന്നത്, ഇതൊക്കെ ഈ സ്പേസ് ക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ ഇവർ ഇത്രയും ദിവസം ചെലവഴിക്കുമ്പോൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. അതൊക്കെ എങ്ങനെ ഇവർ ഇതിനുള്ളിൽ ചെയ്യുമെന്ന കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. ഈവൻ ബാത്റൂമിൽ പോകുന്നത് വരെ എങ്ങനെയായിരിക്കും എന്നതുവരെ ഇവർ ഇതിൽ പരീക്ഷിക്കും. എന്തായാലും ഒരു കാര്യം പറയാം, അർട്ടമിസ് 2 മിഷൻ വഴിയുള്ള ഈ ക്രൂ ഒരിക്കലും ചന്ദ്രനിൽ കാലുകുത്തില്ല. അവർ ചന്ദ്രനെ വലം വെച്ച ശേഷം തിരികെ വരികയായിരിക്കും ചെയ്യുന്നത്. കാലുകുത്താൻ പോകുന്നത് ചിലപ്പോൾ അർട്ടമിസ് 3, ഇതിനുശേഷമുള്ള അർട്ടമിസ് 3യുടെ ക്രൂവോ അല്ലെങ്കിൽ അർട്ടമിസ് 4ഓ ആയിരിക്കും. ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിലുള്ള ലോഞ്ച് പാഡ് 39Bയിൽ നിന്നായിരിക്കും അർട്ടമിസ് 2 ലോഞ്ച് ചെയ്യുന്നത്. ഈ ലോഞ്ച് പാഡ് 39Bയിൽ നിന്ന് തന്നെയാണ് 1960 അപ്പോളോ 10 മിഷൻ ഉൾപ്പെടെ വരുന്ന സ്പേസ് മിഷൻസ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചരിത്രത്തിൽ നാസ ഇന്നേ വരെ നടത്തിയിട്ടുള്ള മിഷനുകളിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള റോക്കറ്റുകളാണ് ഇവർ ഈ മിഷന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. 7 ലക്ഷം ഗാലൻ വരുന്ന ലിക്വിഡ് ഓക്സിജനും ലിക്വിഡ് ഹൈഡ്രജനുമാണ് ഇതിന്റെ പ്രൊപ്പല്ലന്റ് ടാങ്കിൽ നിറച്ചിരിക്കുന്നത്. ഈ റോക്കറ്റിന്റെ ഏറ്റവും ടോപ്പിലായിരിക്കും ക്രൂവിന് പോകേണ്ടുന്ന ഓറിയൻ സ്പേസ് ക്രാഫ്റ്റ് ഉള്ളത്. റോക്കറ്റ് ലിഫ്റ്റ് ഓഫ് ചെയ്യുന്നതിന് 12 സെക്കൻഡ് മുൻപ് ഹൈഡ്രജൻ ഇഗ്നൈറ്ററുകൾ ജ്വലിക്കാൻ തുടങ്ങുന്നു.
6 സെക്കൻഡുകൾ കഴിഞ്ഞ് റോക്കറ്റിൻ്റെ 4 എഞ്ചിനുകൾ ഇഗ്നൈറ്റ് ആവുന്നു. കൗണ്ട് ഡൗൺ 0-ൽ എത്തുന്ന സമയത്ത് റോക്കറ്റ് ഉയർന്നു പൊങ്ങുകയാണ്. ഈ SLS റോക്കറ്റിന് ഏകദേശം 322 അടി ഉയരവും 3000 ടൺ ഭാരവുമാണുള്ളത്. പ്രധാനമായും 2 സോളിഡ് റോക്കറ്റ് ബൂസ്റ്ററുകളുടെ ശക്തിയിലായിരിക്കും ഇത് ഉയർന്നു പോകുന്നത്. അതായത് ഈ റോക്കറ്റ് ലിഫ്റ്റ് ഓഫ് ചെയ്യുന്നതിന്റെ 75% ഈ ഒരു 2 റോക്കറ്റ് ബൂസ്റ്ററുകളുടെ സഹായത്തോടെയും ബാക്കി വരുന്നത് RS-25 എന്ന് പറയുന്ന ഈ റോക്കറ്റ് എഞ്ചിൻ ഉപയോഗിച്ചുമായി. ലോഞ്ച് ചെയ്ത് 2 മിനിറ്റുകൾക്ക് ശേഷം ബൂസ്റ്റർ റോക്കറ്റുകളുടെ പ്രൊപ്പല്ലൻ തീർന്ന് ഇവ രണ്ടും റിലീസ് ചെയ്യപ്പെടുന്നു. പിന്നീട് അങ്ങോട്ട് RS-25 എഞ്ചിന്റെ പവറിലായിരിക്കും ഇതിന്റെ സഞ്ചാരം. 3 മിനിറ്റുകൾ കഴിഞ്ഞ് ഓറിയൻ സ്പേസ് ക്രാഫ്റ്റിന് മുകളിലുള്ള പ്രൊട്ടക്ഷൻ ഷീൽഡ് പുറന്തള്ളപ്പെടുന്നു. അത് കഴിഞ്ഞ് 6 മിനിറ്റ് കഴിഞ്ഞ് ലോഞ്ച് അബോർട്ട് സിസ്റ്റം ഇജക്ട് ചെയ്യപ്പെടുന്നു. 8 മിനിറ്റുകൾക്ക് ശേഷം റോക്കറ്റിന്റെ മെയിൻ എഞ്ചിൻ ഓഫ് ആവുന്നു. ഈ സമയത്ത് ഇവർ എർത്ത് ഓർബിറ്റിലേക്ക് എത്തിയിട്ടുണ്ടായി. അത് കഴിഞ്ഞ് ഓറിയൻ മൊഡ്യൂളും ICPS എന്ന അപ്പർ എഞ്ചിനും മെയിൻ എഞ്ചിനിൽ നിന്ന് വേർപെട്ടു പോകുന്നു. ഇപ്പോൾ ഓറിയൻ സ്പേസ് ക്രാഫ്റ്റും ICPSും ഫ്രീ ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഓറിയനിലുള്ള സോളാർ പാനലുകൾ പതിയെ വിടരുന്നു. ഈ പാനലുകൾ ഉപയോഗിച്ച് സോളാർ ചാർജ് ചെയ്യുന്നത് ചന്ദ്രനിലേക്ക് പോകാനുള്ള ഊർജ്ജത്തിന് വേണ്ടിയിട്ടും അവിടെ നിന്ന് തിരികെ വരാനുള്ള ഊർജ്ജത്തിന് വേണ്ടിയിട്ടും കൂടിയാണ്. 90 മിനിറ്റ് എർത്ത് ഓർബിറ്റിംഗ് കഴിഞ്ഞ് റോക്കറ്റിന്റെ അപ്പർ സൈഡിലുള്ള ICPS ഇഗ്നൈറ്റ് ആയി ഓറിയൻ സ്പേസ് ക്രാഫ്റ്റിനെ ഹയർത്ത് ഓർബിറ്റിലേക്ക് എത്തിക്കുന്നു. ഹയർത്ത് ഓർബിറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ഓറിയൻ മൊഡ്യൂളിൽ നിന്നും അപ്പർ സ്റ്റേജ് എഞ്ചിൻ സെപ്പറേറ്റ് ആകുന്നു. ഇനി ബാക്കി യാത്രയിൽ ഓറിയൻ ക്രൂ മൊഡ്യൂളും സർവീസ് മൊഡ്യൂളും മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഭൂമിയിൽ നിന്ന് അധികം അകലെയില്ലാത്ത ഈ ഒരു സ്റ്റേജിൽ വെച്ചിട്ടായിരിക്കും ഭൂമിയിലുള്ള സയന്റിസ്റ്റുകൾ ഈ സ്പേസ് ക്രാഫ്റ്റിലുള്ള സിസ്റ്റംസ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുന്നത്. അതേസമയത്ത് തന്നെ ഈ മിഷൻ പൈലറ്റ്, ഈ സ്പേസ് ക്രാഫ്റ്റിലുള്ള മിഷൻ പൈലറ്റ് പലതരത്തിലുള്ള മാനുവലി ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങളായിരുന്നു. ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിലേക്കുള്ള സ്പേസ് യാത്രകളുടെ മുന്നോടിയായിട്ടാണ്. അതായത് ഡോക്കിംഗ് അൺഡോക്കിംഗ് പോലുള്ള കാര്യങ്ങളായിരിക്കും ഇദ്ദേഹം ഇവിടെ ചെയ്യുന്നത്. ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ ഓറിയൻ മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രിപ്പയർ ആവുകയാണ്. 23 മണിക്കൂറുകൾ കഴിഞ്ഞ് ഓറിയന്റെ സർവീസ് മൊഡ്യൂൾ ട്രാൻസ് ലൂണാർ ഇജക്ഷൻ നടത്തുകയും ഇത് ഓറിയൻ മൊഡ്യൂളിനെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. 4 ദിവസത്തെ യാത്രയാണ് ഇതിനു വേണ്ടി എടുക്കുന്നത്. ഈ യാത്രയിലായിരിക്കും ഇവർ സ്പേസ് ക്രാഫ്റ്റിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ വിലയിരുത്തുന്നത്. 4 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഓറിയൻ മൊഡ്യൂൾ ചന്ദ്രന്റെ അടുത്തെത്തി ചന്ദ്രനെ ഒരു തവണ വലം വെച്ച് തിരികെ ഭൂമിയിലേക്ക് പോകുന്നു. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ചന്ദ്രന്റെ ഏറ്റവും അടുത്തുകൂടി പറന്ന മനുഷ്യർ എന്ന ഒരു പ്രശസ്തി കിട്ടുന്നത് ഈ മനുഷ്യർക്കായിരിക്കും. 4 ദിവസത്തേക്ക് യാത്രയ്ക്ക് ശേഷം ഭൂമിയുടെ ഭ്രമണപഥത്തിലെത്തുന്ന ഓറിയൻ സ്പേസ് ക്രാഫ്റ്റ് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി ഈ ക്രൂ മൊഡ്യൂളിൽ നിന്നും സർവീസ് മൊഡ്യൂളിനെ വേർപെടുത്തുന്നു. ശേഷം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്ന ക്രൂ മൊഡ്യൂള് മണിക്കൂറിൽ 25,000 മൈൽ വേഗതയിലായിരിക്കും ഭൂമിക്കുള്ളിലൂടെ സഞ്ചരിക്കുന്നത്. എന്നാൽ ഇത്രയും വേഗതയിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് തന്നെ വായുവുമായുള്ള ഫ്രിക്ഷൻ മൂലം 5000 ഡിഗ്രി ഫാരൻഹീറ്റ് താപനില ഈ പേടകത്തിന് പുറത്ത് അനുഭവപ്പെടുന്നു. അതായത് സൂര്യന്റെ ഉപരിതല താപനിലയുടെ പകുതി. എന്നാൽ ഈ ക്രൂ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഹീറ്റ് റെസിസ്റ്റന്റ് ആണ്. അതുകൊണ്ട് ചൂടിനെ ഇത് അകത്തേക്ക് കടത്തിവിടില്ല. ക്രൂ വളരെ സേഫ് ആയിരിക്കും. ഇത് കഴിഞ്ഞ് ക്രൂ മൊഡ്യൂളിന്റെ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി പാരച്യൂട്ടുകൾ ഡിപ്ലോയ് ചെയ്യപ്പെടുന്നു. അവസാനം പസഫിക് ഓഷനിൽ വളരെ ശാന്തമായി ചെന്ന് ഇത് പതിക്കുന്നു. പിന്നീട് US നേവി, അതുപോലെ തന്നെ എയർഫോഴ്സ്, നാസയുടെ ടീമെല്ലാം കൂടി ഈ മൊഡ്യൂളിലുള്ള ആളുകളെല്ലാം പുറത്തെത്തിച്ച് കെനഡി സ്പേസ് സെന്ററിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു. അപ്പോൾ പറയുമ്പം എന്ത് സിമ്പിളായിട്ട് 5-10 മിനിറ്റ് കൊണ്ട് കാര്യം കഴിഞ്ഞല്ലേ. പക്ഷേ ഇതിനു വേണ്ടിയിട്ട് വർഷങ്ങൾ കൊണ്ടുള്ള കാത്തിരിപ്പ് ആസൂത്രണവുമാണ് ഇവർ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ ഓരോ ടെസ്റ്റുകളും ഇങ്ങനെ നടത്തുന്നത് അടുത്ത വലിയ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് 1ാമത്തെ ടെസ്റ്റ് ഇവർ നടത്തി വിജയിച്ചു, 2ാമത്തെ ടെസ്റ്റ് ഇതാ നടത്തുന്നു. ഇത് വിജയിക്കുകയാണെങ്കിൽ അടുത്തതെന്ന് പറയുന്നത് ഇത്രയും വർഷങ്ങൾ, അതായത് അരനൂറ്റാണ്ടുകൾക്ക് ശേഷം മനുഷ്യൻ വീണ്ടും ചന്ദ്രനിൽ കാലുകുത്തുകയാണ്, നമ്മുടെ ഉപഗ്രഹത്തിൽ കാലുകുത്തുകയാണ്. അതും അതിനുവേണ്ടി മാത്രമല്ല ഇവർ പോകുന്നത്. ഭാവിയിൽ പുതിയ മിഷൻസുകൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. അതായത് ചന്ദ്രനിൽ ഒരു കോളനി പോലെ സ്ഥാപിക്കുക, പിന്നെ ഈ ചന്ദ്രനെ ഓർബിറ്റ് ചെയ്യുന്ന ഒരു സ്പേസ് സ്റ്റേഷൻ സ്ഥാപിക്കുക. അതുകൂടാതെ തന്നെ അടുത്തത് നമ്മുടെ തൊട്ടയൽവക്കത്തെ ഗ്രഹമായിട്ടുള്ള ചൊവ്വയിലേക്കുള്ള യാത്രയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, മനുഷ്യൻ ഇനി മറ്റൊരു ഗ്രഹത്തിന്റെ മണ്ണിൽ കാലുകുത്താനായിട്ട് അധിക നാളിനെ ഇല്ല. എന്തായാലും ശാസ്ത്രം എന്ന് പറയുന്ന ഈ ശാഖ വളരെയധികം വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ കാര്യങ്ങളൊന്നും പ്രധാനമായിട്ടും എല്ലാവരും അറിയുന്നില്ല എന്നതാണ്. ആർക്കും ഇതിനെപ്പറ്റി അറിയാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മളെല്ലാ മനുഷ്യരും, ഓരോ മനുഷ്യരും അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളെ രേഖപ്പെടുത്തുക. എന്തായാലും പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും